പിന്നെ ഫോളോ ചെയ്യാതെ ഹദീസാണ്, പിന്നെ ഖുർആനും ഫോളോ ചെയ്യുക. ഇത് രണ്ടും മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഖുർആനും ഹദീസും ഫോളോ ചെയ്താൽ മതി. അതെ, ഖുർആനും ഹദീസും മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതും. എന്നിരുന്നാൽ ഒരാൾക്ക് തോന്നിയ രീതിയിൽ ഖുർആൻ വായിക്കാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ കഴിയുന്നതല്ല. കാരണം ഇൽമുൽ ബലാഅ, ഇൽമുൻ നഹ്വ്, ഇൽമുൽ ഫിഖ്ഹ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇൽമുകളിൽ കൃത്യമായ അറിവുള്ള ഒരുത്തന് മാത്രമാണ് അതിനെക്കുറിച്ചുള്ള വിശദീകരണം പറയാൻ സാധിക്കുക. അല്ലാതെ കേവലം ഒരു അറബി അറിയുന്ന ആളുകൾക്ക് ഖുർആനിന്റെ അർത്ഥം അങ്ങനെ അർത്ഥം വെക്കുക എന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല. അല്ലെങ്കിൽ ഗൂഗിളിലോ ജെമിനിനോടോ ചാറ്റ് ജിപിടിനോടോ ചോദിച്ചു കഴിഞ്ഞാലൊന്നും കൃത്യമായ വ്യക്തമായ അർത്ഥം ലഭ്യമാവുമെന്ന് തോന്നുന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ജിബ്രീൽ മുഖേനയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇത് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. ആ മുത്തുനബിയിൽ നിന്ന് സ്വഹാബത്ത്, സ്വഹാബത്തിൽ നിന്ന് താബികൾ, താബികളിൽ നിന്ന് തബഅ താബികൾ, അങ്ങനെ പിന്നെ ഇമാമുമാര്, ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന മാതൃക പിൻപറ്റലാണ് യഥാർത്ഥ ഒരു മുസ്ലിം എന്ന് പറയാൻ, ഒരു അവകാശപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. ആ വഴിയിൽ നിന്ന് ആര് വ്യതിചലിച്ചാലും അതൊന്നും കൃത്യമായ വഴിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി ഈ നാലാലൊരു മദ്ഹബിലും അശ്അരി ത്വരീഖത്ത്, മാതുരീദി ത്വരീഖത്ത് ഈ രണ്ടാലൊരു ത്വരീഖത്തിലും വിശ്വസിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയാൻ ഒക്കുകയുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും താബികളും പിൻപറ്റി പോന്ന മാതൃക മാത്രമാണ് ഇവർ ഇന്നും നിലനിർത്തുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഈ നാലാലൊന്നിലും ആ രണ്ടാലൊന്നിലും നമ്മൾ വിശ്വസിച്ചിരിക്കണം. സ്വന്തമായിട്ട് ആർക്കും ഒന്നിനും വിവർത്തനം ചെയ്യാനോ അർത്ഥം വെക്കാനോ സാധ്യമല്ല. കാരണം അതിനുള്ള കപ്പാസിറ്റിയും അറിവും ഇല്ല എന്നത് തന്നെയാണ് സത്യാവസ്ഥ.